വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തുന്നത് ഒരു ധൂർത്താണെന്നൊക്കെയുള്ള ഒരു ആരോപണം പ്രതിപക്ഷം നടത്തുന്നുണ്ട്. അല്ല, അത് അവരുടെ ഒരു ജോലിയാണല്ലോ. എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി എന്നുള്ളത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് പിണറായി മുഖ്യമന്ത്രിയായിട്ടിപ്പോൾ 9 വർഷം കഴിഞ്ഞ് 10ാം വർഷത്തിലേക്ക് കിടക്കുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ ഗവൺമെൻറ്റുകളും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനും കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി അത്ര ആഘോഷങ്ങൾ നടത്തുന്നത്. അത് പരമാവധി തന്നെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് കേൾക്കാനും ഈ സന്ദർഭം ഞങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗവൺമെൻറ്റിൻ്റെയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായും മുഖ്യമന്ത്രി ഓരോ ജില്ലയിലും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായി പല സംഘടനകൾ, ഇപ്പോൾ തൊഴിലാളികൾ മുതൽ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ അവരുമായിട്ട് ആശയ സംവാദം നടത്തുന്നുണ്ട്. ഇത് കൂടാതെ പ്രത്യേക മേഖലകളിലെ ആളുകളുമായിട്ടും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ നയരൂപീകരണത്തിൽ നടപ്പിലാക്കലിലും ജനങ്ങളുടെ പങ്കാളിത്തം പൂർണ്ണമായി ഉറപ്പുവരുത്താൻ കൂടിയുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഈ 4ാം വാർഷിക ആഘോഷത്തെയും ഈ ഗവൺമെൻറ് കാണുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. ഓരോ ഘട്ടത്തിലും ഒരു തുടർച്ചയാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഒരു സ്വീകാര്യത ഇപ്പോൾ ഈ തീരുമാനത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. വളരെ ചെറുപ്പം എന്ന രൂപത്തിൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ചുമതലകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള ഒരു തലമുറയുണ്ട്. ഇപ്പോൾ രണ്ട് കൂട്ടരും ചേർന്നിട്ടുള്ള പ്രവർത്തന രീതിയാണ് എപ്പോഴും പാർട്ടി ആവിഷ്കരിക്കുന്നത്. എറണാകുളം പോലൊരു നഗരം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന നഗരമാണ്. ചെറുപ്പക്കാർ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ വരുന്ന നഗരമാണ്. അപ്പോൾ അത്തരം നഗരത്തിലെ പ്രവർത്തനങ്ങൾ കൂടിയാകെ ഏകോപിപ്പിക്കാൻ പാർട്ടിയെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു നേതൃത്വം എന്ന നിലയിലാണ് പാർട്ടി ഏകണ്ഠമായി തന്നെ പുതിയ സെക്രട്ടറിയിലേക്ക് എത്തിയിട്ടുള്ളത്. നല്ല മാറ്റത്തിന് നേതൃത്വം നൽകാൻ പുതിയ സെക്രട്ടേറിയറ്റിനും കമ്മിറ്റിക്കും സെക്രട്ടറിക്കും കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.